അനൂപ് ഇപ്പോഴും നിൽക്കുന്നത് മേലെ മുണ്ടക്കയിലാണോ? അനൂപ് കേൾക്കാമോ? ഞാൻ മുണ്ടക്കയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കേൾക്കാം. ഞാൻ മുണ്ടക്കയിൽ തന്നെയാണുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഒരു കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ നേരത്തെ തന്നെ ഇവിടുന്ന് നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. മൂന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ബന്ധുക്കളുടെയോ എല്ലാം ഒരു നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. ഇവിടെയുള്ള ഒരു സുദേവൻ, അതോടൊപ്പം മോഹനൻ എന്നീ പറയുന്ന രണ്ടുപേർ ഇവിടേക്ക് തിരിച്ചെത്തി അവരുടെ വീടുകൾ സ്ഥിതി ചെയ്ത സ്ഥലത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുണ്ടാകും എന്ന് രക്ഷാപ്രവർത്തകരോട് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ചുകൊണ്ട്, ചെറിയ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടെല്ലാം ഇവിടെ ആ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുകയാണ്. ഇവിടെ നിന്ന് 3 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഏട്ടനും ഭാര്യയും അമ്മയും കേൾക്കാനാവുന്നതേ ഇല്ല. റൈറ്റ്, ഒന്നുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ. കേൾക്കാനേ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അവിടെ നല്ല തെരച്ചിൽ നടക്കുന്നു, അതിൻ്റെ തിരക്കുകളും ബഹളങ്ങളും എല്ലാം ഉണ്ട്, സ്വാഭാവികമാണ്. അതുകൂടി ഒന്ന് കരുതി സംസാരിക്കൂ. അവിടെ നടക്കുന്ന തെരച്ചിലിനെ കുറിച്ചാണ് അനൂപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തേക്കൊക്കെ കിലോമീറ്റർ ദൂരം നടന്നാണ്, ചൂരൽമലയിൽ നിന്ന് ഈ കിലോമീറ്റർ ദൂരം നടന്ന് കയറിയാണ് ഈ രക്ഷാസംഘത്തോടൊപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതീവ ദുഷ്കരമായൊരു പ്രദേശമാണ്. ഏത് വഴിയൊന്നുമില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രദേശത്തെ ചെളി നിറഞ്ഞ വഴിയിലൂടെ രാവിലെ തന്നെ ഈ സംഘത്തോടൊപ്പം തിരിച്ച് ഞങ്ങളുടെ ക്യാമറ ടീം, അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ അനൂപ്, അതുപോലെ കുട്ടൻ, ഇവരെല്ലാവരും പല ടീമുകളായി തിരിഞ്ഞ് അവിടെ നിന്ന് വിവരങ്ങൾ ഓരോന്നായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനൂപ് വീണ്ടും എത്തിയിട്ടുണ്ട്. അനൂപ് പറഞ്ഞു വന്നൊന്ന് പൂർത്തിയാക്കൂ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇവിടെ നടത്തുന്ന തെരച്ചിൽ അത് ഇവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആണ്. അതായത് ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തിയ ഈ വീട്ടിലുണ്ടായിരുന്ന സുദേവൻ, അതുപോലെ തന്നെ മോഹനൻ എന്ന ആളുകൾ അവരുടെ ബന്ധുക്കളെ കാണാൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നൽകിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ടൗണിനോട് ചേർന്നിട്ടുള്ള, പള്ളിയോട് മറ്റും ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ. അനൂപ്, ആ പ്രദേശത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശം നേരത്തെ മുണ്ടക്കൈ ടൗൺ എന്നാണ് അനൂപ് സൂചിപ്പിച്ചത്. അവിടെ പള്ളി, അതുപോലെ ചായക്കടകൾ, വീടുകൾ, ആ നിലയിൽ ആ പ്രദേശം എന്തായിരുന്നു ആ പ്രദേശം എന്നുകൂടി ഒന്ന് പറയാമോ? ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് നിരവധി വീടുകളാണ്. ഈ പുഴയുടെ അരികത്തായി ഒരു കുന്ന് പ്രദേശമാണ് ഇവിടെ ഏതാണ്ട് ഒരു 15-16 വീടുകളുണ്ടായിരുന്നു. മുകൾ ഭാഗത്ത് മുതൽ ഈ താഴെ പള്ളിയുടെ ഭാഗം വരെ അവിടെ ഉള്ള വീടുകളെല്ലാം വന്ന് അടിഞ്ഞത് ഈ സ്ഥലത്താണ്. അവിടെയുള്ള വീടുകളെല്ലാം വന്ന് ഒരു മൺതിട്ടിയായി അത് രൂപപ്പെട്ട് ഇരിക്കുകയാണ്. വീടിന് മുകളിലേക്ക് മണ്ണ് കയറി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഇപ്പോൾ ഈ ബന്ധുക്കളുടെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുകയാണ്. അതിനിപ്പോൾ സൈന്യവും എത്തിയിരിക്കുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യത്തെ കൂടി ഇവിടത്തേക്ക് എത്തിച്ചിരുന്നു. ഈ നേരത്തെ നടത്തിയ ഈ ഇത്തരത്തിൽ നേരത്തെ വിവിധ വകുപ്പുകളുടെ ഒരു സംയുക്ത സംഘം ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിന് പുറമെ ഇപ്പോൾ സൈന്യവും ഇവിടെ തെരച്ചിൽ നടത്തുകയാണ്. ഏറ്റവും മുകൾ ഭാഗത്താണ് വീടുകൾ ഉണ്ടായിരുന്നത്. വീടുകൾ ഉണ്ടായിരിക്കുകയും അവിടെ നിന്ന് ചില മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ ഇപ്പോൾ JCB വെച്ച് മണ്ണ് മാറ്റി, മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ മണ്ണ് മാറ്റി ഉള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ താഴ്ഭാഗത്തും പരിശോധന നടത്തുന്നു. നമുക്ക് ഇവിടെ ഇവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെയുള്ള വീടുകളെല്ലാം വന്ന് അടിഞ്ഞത് ഇവിടെയാണ്. മുകൾ ഭാഗത്ത് നിന്നുള്ള ആളുകളുടെ വീട്ടുപകരണങ്ങളും രേഖകളും മറ്റും ഇവിടെയുള്ള മറ്റു വീടുകൾക്കുള്ളിൽ വരെ എത്തി. അപ്പോൾ ഇപ്പോൾ ഒരു വീട് ആദ്യം നേരത്തെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ചില ഔദ്യോഗിക രേഖകളൊക്കെ കിട്ടി ആ വീട്ടിൽ നിന്ന്. പക്ഷേ ആ ഔദ്യോഗിക രേഖകൾ ഈ വീട്ടുകാരുടേതല്ല, അത് മുകൾ
ഭാഗത്തുള്ള മറ്റൊരു വീട്ടുകാരുടേതാണ്, സുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അനൂപ്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ കൽക്കെട്ട് തകർന്ന ഭിത്തികൾ കാണാൻ കഴിയുന്നുണ്ട്. അത് വലുതാവും തോറും ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അവിടെ കെട്ടിട അവശിഷ്ടങ്ങളാണ് കാണുന്നത്. അനൂപ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിനും മുകളിലുണ്ടായിരുന്ന ഉയർന്ന പ്രദേശം, അവിടെ നിന്ന് ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകളും എല്ലാം താഴേക്ക് വന്ന് ഈ ഭാഗത്ത് ഒരു മൺതിട്ട, ഒരു വലിയ ഒരു മൺകൂന രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊരു സ്വാഭാവികമായി ഉണ്ടായിരുന്നതല്ല. അവിടെ ഈ കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം വന്നടിഞ്ഞ് ഒരു വലിയ മണൽക്കൂന രൂപപ്പെട്ടിട്ടുണ്ട്. ചെളിയും ഒക്കെ നിറഞ്ഞ് ഒരു മണൽ കൂനയായി ഈ ആറ്റുതീരം, ഈ ഭാഗം, ഈ പുഴയുടെ കര മാറിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് അത് വളരെ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് രൂപപ്പെട്ട ഒരു വലിയ മൺകൂനയാണ്. അതുകൊണ്ട് തന്നെ ആ മൺകൂനയ്ക്കടിയിൽ ഒരുപാട് കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ കാണാതായ ആളുകളെ പലരും ഉണ്ട് എന്ന നാട്ടുകാരുടെ ഒരു വലിയ സംശയമുണ്ട്. അതിൽ വളരെ സ്വാഭാവികമാണ് ആ സംശയം. അതിനുള്ള സാധ്യത വളരെയേറെയാണ് എന്ന് ഈ പറഞ്ഞ തെരച്ചിൽ വിദഗ്ധ സംഘത്തിനും സൈന്യമടക്കം ഒട്ടേറെയുണ്ട്. സൈന്യമുണ്ട്, NDRF ഉണ്ട്, അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഒക്കെ പങ്കാളിത്തം അതിലുണ്ട്. ഈ രക്ഷാ ദൗത്യ സംഘത്തിലുണ്ട്. അതിൽ കേരള പോലീസിൻ്റെയും അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെയും ഉണ്ട്. അതുപോലെ തദ്ദേശീയരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തെ ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആ ഒരു വലിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഈ ദൃശ്യങ്ങൾ തന്നെ ഓരോന്നും ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ പലതും കണ്ടെത്തുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവിടെയൊക്കെ മൺകൂന അനൂപ, അതുകൊണ്ട് തന്നെ ഈ മണ്ണ് പരമാവധി നീക്കം ചെയ്യും. ഇപ്പോൾ JCB ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന മണ്ണ് പല ഭാഗത്തേക്കായിട്ട് നീക്കം ചെയ്യുക, വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഒരുക്കുക. അതിനിടയിലൂടെ തെരച്ചിൽ, ഈ കെട്ടിടാവശിഷ്ടങ്ങൾ കാണുന്നതിനിടയിൽ തെരച്ചിൽ എന്ന രീതി ആ രീതിയിലാണോ ഈ മൺതിട്ട കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിൻ്റെ ഒരു രീതി, അതിനിടയിൽ നടത്തുന്ന തെരച്ചിലിൻ്റെ ഒരു രീതി എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ് അവർ തെരച്ചിൽ നടത്തുന്നത്? ദൃശ്യങ്ങൾ കാണാൻ JCB ഉപയോഗിച്ച് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് കാണാം. ആ വെള്ളക്കെട്ടിനകത്ത് നിന്ന് മണ്ണും ചെളിയും കോരിയെടുത്ത് മാറ്റുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അവർ ആ പ്രദേശത്ത് തന്നെ അവരുടെ ഒരു തെരച്ചിലിനെ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരു നിമിഷം അദ്ദേഹം സംസാരിക്കുന്നു കേൾക്കാം. നിർദ്ദേശപ്രകാരമാണ് ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് തോന്നുന്നു. അനൂപ, അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ മരം ഉടുപ്പോളം മാറ്റിയിട്ട് മറ്റേ തൊണ്ടുപോയിട്ട് സംഭറിയാം. ഈ പടം വരാൻ ഒന്ന് മാറ്റാൻ ജസ്റ്റ് അറിയാം. നമ്മളതാണ് ആ സ്ഥലം. നമ്മളെ ഏട്ടനും പിന്നെ അമ്മ മക്കളൊക്കെ പോയി കിടക്കാം. ഒരാളെയും കിട്ടിയിട്ടുമില്ല. അമ്മനെയും മോനെയും കിട്ടിയെന്നുള്ളൂ. ബാക്കി 3 പേരുണ്ട് ഇതിൽ. 3 പേര് അവരെ അമ്മ നമ്മൾ ഇവിടുന്ന് വാർപ്പൊക്കെ പൊളിച്ചിട്ട് എടുത്ത് മിനിഞ്ഞാന്ന് നമ്മൾ വന്നിട്ട് ആ അമ്മ. പിന്നെ നമ്മളെ ഏട്ടൻ്റെ കുട്ടീനെ കിട്ടിയത് അവിടെ നിന്നാണ് കിട്ടിയത്. അത് ഇന്നലെ കിട്ടിയതാണ്. പിന്നെ നമ്മളെ ഏട്ടനെയും കിട്ടണം, ചേച്ചിനെ കിട്ടണം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കിട്ടാണ്ട് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. മോനേട്ടൻ പറയുന്നത് മോനേട്ടൻ്റെ വീടിരിക്കുന്ന പരിസരത്ത് കൂടുതൽ പരിശോധന നടത്തണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JCB അവിടെ കേന്ദ്രീകരിച്ച് അവിടെ കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ്. അവിടെ 2-3 വീടുകൾ ഈ വിധത്തിൽ അവിടെ ഇവിടെയുമായി തകർന്നു കിടക്കുകയാണ്. മോനേട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ മകളും ഒക്കെ കാണാതായവരിൽ ഉൾപ്പെടുന്നുണ്ട്. അമ്മയുടെ മൃതദേഹം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മറ്റ് സുദേവ എന്ന് പറയുന്ന ആളുടെ വീടാണ് തൊട്ട് മുകളിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കാണാതായതാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെയാണ് അകപ്പെട്ടത് എന്നതാണ് ഇവർ പറയുന്ന സംശയം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നത്. അതേപോലെ ഇപ്പോൾ ഇവിടെയാണ് കഴിയുന്നത്. അപ്പോൾ ഇതൊരു വീടിൻ്റെ ഭാഗമാണ്. ഇതൊരു വീടിൻ്റെ മനസ്സിലായി. കാരണം അവർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം, അവർ കൊടുക്കുന്ന അവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നത്. അത് തന്നെയും വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ്.
കാരണം അതിനടിയിൽ ഈ മണ്ണിനടിയിൽ കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്, അതിനിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് എന്ന് നേരത്തെ മോഹൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടു. തൊട്ടപ്പുറത്ത് സുദേവൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇതാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ ഇവിടെയാണ് എൻ്റെ വീട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹവും പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയെയും അതുപോലെ തന്നെ ചെറിയ മക്കളെയും ഒക്കെ കിട്ടിയിരുന്നു, പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയിരുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ മോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഭാര്യ അടക്കമുള്ള മനുഷ്യരൊക്കെ ഈ മണ്ണിനടിയിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ ഇത് വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് രൂപപ്പെട്ടൊരു വലിയ മൺകൂനയാണ്, മണൽത്തിട്ടയാണ്. അതിലേക്ക് മുകൾ ഭാഗത്തെ മേലെ മുണ്ടക്കൈ ഭാഗത്ത് ഒക്കെ വീടുകൾ തകർന്ന് താഴേക്ക് വന്ന് ഈ ഭാഗത്ത് അടിയുകയായിരുന്നു. അതിന് മുകളിലേക്ക് വലിയ തോതിൽ മണ്ണ് വന്ന് മൂടുകയായിരുന്നു. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. മണ്ണ് നീക്കം ചെയ്താൽ കുറേയൊക്കെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒഴുകാനുള്ള ഒരു സംവിധാനം ഒരു ഭാഗത്തുണ്ടാക്കുക, മറുഭാഗത്ത് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ കണ്ടെത്തുക. ഇവർ പറയുന്നത് പോലെ ഓരോ ഭാഗത്തും പരിശോധിച്ച് പോകുന്നതിലൂടെ കെട്ടിടാവശിഷ്ടങ്ങൾ കണ്ടെത്തുക, ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വലിയ ശ്രമം ആണ് കണ്ടുവരുന്നത്. അത് ഇങ്ങനെ ഒരു 40 ടീം അങ്ങനെ 6 സോണുകളിലായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ആ വലിയ മറുഭാഗത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ചാലിയാർ പുഴയിൽ വേറെ പരിശോധന, അങ്ങനെ ഈ ഉരുൾപൊട്ടിയുണ്ടായ അപകടം, അതിൻ്റെ തകർച്ചയുണ്ടായിട്ടുള്ള എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു വലിയ പരിശോധന രൂപരേഖയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടന്നു വരികയാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ കൃത്യമായി അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗത്തേക്കും പോകാനാവുക. ആരൊക്കെ ആ പ്രദേശങ്ങളിലേക്ക്, കാരണം അതീവ ദുഷ്കരമായ അപകട മേഖല തന്നെയാണ് ഇപ്പോഴും അതെല്ലാം. ആ അപകട മേഖലയിലേക്കും അനിയന്ത്രിതമായ ആളുകളെ അങ്ങനെ കയറ്റിവിടാൻ കഴിയില്ല. പോകുന്ന ആളുകൾക്കെല്ലാം ആ നിലയിൽ ഏറെക്കുറെ വൈദഗ്ധ്യമുള്ളവരാണ്. പോകേണ്ട ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെ പോകുന്ന ഓരോ മനുഷ്യരെക്കുറിച്ചും വ്യക്തമായ ധാരണ ഭരണകൂടത്തിനുണ്ട്. അവിടേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ആംബുലൻസിനും എല്ലാം മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇന്നലെ വന്ന ഒരു വിവരമനുസരിച്ച് ഈ ബെയിലി പാലം കടന്ന് 25 ആംബുലൻസാണ് മുണ്ടക്കൈയിലേക്ക് ഒരു ദിവസം കടത്തിവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ആംബുലൻസുകൾക്കൊക്കെ പ്രത്യേകം പാസ് തന്നെ നൽകിയിട്ടുണ്ട്. 25 ആംബുലൻസിന് പോകാം എന്ന് പറയുമ്പോൾ തോന്നിയപടി എവിടെ നിന്നും ആംബുലൻസുകൾക്ക് വന്ന് പാലം കടന്ന് ആ നിലയിലേക്കൊന്നും പോകാൻ കഴിയില്ല. ആ ആംബുലൻസുകൾക്ക് ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകും. ആ ആംബുലൻസുകൾ അവിടെ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരിക്കണം. അവിടെ നിന്ന് ആവശ്യാനുസരണം നിർദ്ദേശമനുസരിച്ച് ഈ ബെയിലി പാലത്തിലൂടെ, സൈന്യം ഇന്നലെ നിർമ്മിച്ച ആ ഉരുക്കുപാലത്തിലൂടെ, ബെയിലി പാലത്തിലൂടെ കടന്ന് ഈ പറഞ്ഞ മുണ്ടക്കൈ ഭാഗത്തേക്കും അവിടെ നിന്ന് മുകളിലേക്കും ഒക്കെ പോകാനുള്ള തരത്തിലുള്ള ക്രമീകരണമാണ് ആംബുലൻസിൻ്റെ കാര്യത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ആവശ്യം വരുന്ന മുറയ്ക്കായിരിക്കും ആംബുലൻസുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് ഒരു വലിയ ദുരന്തം, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രളയം കണ്ടതാണ്. 2018 പ്രളയത്തിനു ശേഷം ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തത്തെ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്. അതിൽ നിന്ന് ആ നാടിനെ തിരിച്ചുപിടിക്കാനുള്ള വലിയ പരിശ്രമം നടന്നു വരികയാണ്. പ്രളയത്തിലും നമ്മൾ നാടാകെയും ഒരു വലിയ മഹാപ്രളയത്തിൽ പെട്ടുപോയെങ്കിലും സംഭവിക്കാത്ത തരത്തിലുള്ള വലിയ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ആളുകളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മരണം 318 ആയിരിക്കുകയാണ്. ഇനിയും മരണം ഉയരും എന്ന നിലയിൽ, മരണനിരക്ക് ഉയരും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. കാണാതായവരുടെ കണക്കുകൾ ഇപ്പോഴും 200-നടുത്ത് നിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് പരിശോധനകൾ, തെരച്ചിലുകൾ വളരെ സമഗ്രമാക്കി, വളരെ കാര്യക്ഷമമായി നടത്തി അവശേഷിക്കുന്ന മനുഷ്യരുടെ കൂടി ആത്മവിശ്വാസം, അവർക്ക് ഇനിയും ഈ മണ്ണിൽ ജീവിക്കേണ്ടതാണ്, ഈ ഭൂമിയിൽ വളരെ ആത്മവിശ്വാസത്തോടെ ജീവിക്കേണ്ടതാണ്. അവർക്കുണ്ടായ മാനസിക ആഘാതം ലഘൂകരിച്ചു പരമാവധി കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് ആശ്വാസമാകും വിധത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നാടിനുണ്ട്. അവരുടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ അവസാന പരിശ്രമവും നടത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നാടിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ഏകോപിപ്പിച്ചിരിക്കുകയാണ്. ആ തെരച്ചിൽ അതിൻ്റേതായ അർത്ഥത്തിൽ
ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിർത്തിവെക്കാനുള്ളതല്ല എന്ന നല്ല ബോധ്യമുള്ള നാടാണ് നമ്മുടേത്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയ കനത്ത മഴയുള്ളപ്പോൾ പോലും ഈ പ്രകൃതി ദുരന്തമാണ്, ഇനിയും അപകടകരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നൊക്കെ കാണുമ്പോൾ മാത്രമാണ് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിലൊക്കെ നിർത്തിവെച്ചത്. പക്ഷേ ഇന്നലെ ആ പാലം കൂടി നിർമ്മിച്ചതോടെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത് തെരച്ചിലിൻ്റെ ഈ രക്ഷാ ദൗത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനമാണ്. കഴിഞ്ഞ 2-3 ദിവസക്കാലത്തെ 3 ദിവസത്തെ അനുഭവത്തിൽ നിന്നാണ് 4-ാം ദിവസത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ശക്തമായ ഒരു കർമ്മ പദ്ധതി അതിന് രൂപപ്പെടുത്തിയിരിക്കുന്നു. 40 ടീമുകൾ. ആ ടീമുകളെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വ്യക്തമായ വൈദഗ്ധ്യമുള്ളവരുടെ സംഘമാണ് ഇങ്ങനെ ഓരോ പ്രദേശത്തേക്കും എത്തി ആ നാട്ടുകാരുടെ, ആ നാടറിയുന്ന, എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വേദന കൂടി ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ്, അവർ പറയുന്നത് കൂടി വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തെയും ഇങ്ങനെ തെരച്ചിലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം.